ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷെമി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഓവൻ്റെ ആവശ്യമില്ല, അതുപോലെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. നമ്മൾ സോക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ എളുപ്പത്തിൽ റെഡിയാക്കുകയാണിത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഉണക്കമുന്തിരിയും ഡേറ്റ്സ് രണ്ടും കൂടി ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അളവിൽ ഞാനിവിടെ ഉണക്കമുന്തിരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് അളവിൽ കാഷ്യൂസും ബദാമും രണ്ടും കൂടി ചെറുതായി കട്ട് ചെയ്തത് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കേക്കിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. അര കപ്പ് അളവിൽ ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 1/4 കപ്പ് ഷുഗർ ഈ കേക്കിലോട്ട് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ പൊടിച്ച് ചേർക്കുന്ന ഈ ഷുഗറിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 4-5 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, പിന്നെ ജാതിക്കൻ്റെ ചെറിയൊരു പീസ് അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഈ ഷുഗറിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ ക്ലൗസിൻ്റെ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ നട്ട്മഗിൻ്റെ പൗഡർ 1/2 ടീസ്പൂൺ, സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, ആ ഒരു അളവിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ പൗഡർ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താലും മതി. നമുക്ക് ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിലോട്ട് 1/2 കപ്പ് ഷുഗർ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഉരുകിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം. നമുക്ക് ഇത് ഇളക്കി കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഈ പാനൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഷുഗർ നല്ലതുപോലെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ മുഴുവൻ ഉരുകി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഇതിലോട്ട് ആഡാക്കാം. ചൂടുവെള്ളമാണ് ആഡാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ആഡാക്കിയിട്ട് ആ ഒരു സമയത്ത് ഇതൊരു കട്ട പിടിച്ച പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ ആ ഒരു കട്ടയൊക്കെ അലിഞ്ഞ് നല്ലൊരു കാരമലൈസ് സിറപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡേറ്റ്സ് മുന്തിരിയിലോട്ട് ഇതിൽ നിന്നും കുറച്ച് അതിലോട്ട് ആഡാക്കാം. നമ്മുടെ മുന്തിരിയും ഡേറ്റ്സും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഈ ഒരു കാരമലൈസ് സിറപ്പ് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ രണ്ടും നമുക്ക് തണുത്ത് കിട്ടണം. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ആ ഒരു സമയത്ത് നമുക്ക് കേക്കിന് വേണ്ട ഫ്ലോർ മിക്സ് റെഡിയാക്കാം, അതുപോലെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത് 3ഉം കൂടി ചേർത്ത് ഒരു 1-2 പ്രാവശ്യം അരിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഇതിവിടെ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡിലാണ് ഇന്ന് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് ഷുഗറും അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ പട്ട, അതുപോലെ ജാതിക്ക എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടിച്ച ഷുഗർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ച കാരമലൈസ് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡാക്കാം. നല്ലതുപോലെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സാക്കി എടുക്കാം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ ഒരു ഫ്ലോർ മിക്സിൻ്റെ പകുതി നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ആ ഫ്ലോർ മിക്സിൻ്റെ ഒരു പകുതി 2 ടൈംസ് ആയിട്ട് ഇട്ടിട്ട് ഇതിൽ നിന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുന്തിരി ഡേറ്റ്സ് അത് ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫ്ലോർ മുഴുവനും ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബാറ്റർ നല്ല ടൈറ്റായിട്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂസും ബദാമും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു പാനിൻ്റെയും അതുപോലെ ഒരു ഫ്ലെയിമിൻ്റെയും ഒക്കെ ചൂടനുസരിച്ചായിരിക്കും. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും റൈസിൻസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചിട്ട് ഇതേപോലെ കുത്തി നോക്കിയിട്ട് നമുക്ക് വെന്തണമെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണിത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഈസി അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. താങ്ക് യു.